sa ga re ni sa re sa ni sa ga re ni sa re sa ni sa ga. റീനുവിനെ നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നൂടെ? ഇമ്മാണെങ്കിൽ ഇപ്പൊ തീരെ അടുക്കളയിലും കയറല്ലേ. ഒക്കെ ഞാൻ തന്നെ എടുക്കണം. എന്ന് കോളേജും കൂടി ഇല്ലാത്താണ്. അവൾക്കൊന്ന് വന്ന് സഹായിച്ചൂടെ? ഇത് ആ റൂമിലിരുന്ന് ഇങ്ങനെ ഫോണിലും കുത്തി കളിച്ചിരിക്കും. മുട്ടിയെ മൂത്തമ്മ പോവുകയാണാല. ഇമ്മാന്റെ കണ്ണിലെന്തോ ചാടിപ്പോയി. മൂത്തമ്മേ പോവുകയാണല്ലോ. കുറെ ആയിരം കണ്ട് വന്നിട്ട് ഞാൻ ഇനി പോട്ടേന്ന് അറിയാണ്ട് പോകാൻ വേണ്ടി മാറ്റി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ ഈ പെരന്റെ ഉള്ളേ ആകെ ഉണങ്ങി കടിച്ച മാല ഉണ്ടാവും. അല്ലെങ്കിൽ മൂത്തമ്മ ഉണ്ടെങ്കിൽ ഒരു ഒച്ചപ്പാടുണ്ടായിന്ന്, അവിടെ തുടക്കടി ഇവിടെ തുടക്കടി എന്നൊക്കെ പറഞ്ഞാണ്ട്. ഇനിയിപ്പൊ അതും ഉണ്ടാവൂല. തളർന്ന് പോയി കുട്ടിയെ മതിച്ചിട്ടാ ഞാൻ നിൽക്കുന്ന സുഖം ഉണ്ടാവും കുറച്ച്. എല്ലാം മുട്ടിയെ കുഞ്ഞോ ഇനി പോണില്ലാന്നല്ലേ പറഞ്ഞത്. ഇവിടെ എവിടെയെങ്കിലും എനിക്ക് പണി ശരിയായിക്കണോ? ആ പഴയ പണി തന്നെയാണ്, പെയിന്റ് പണിയെ. പിന്നെ ഇപ്പൊ വെറുതെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്കിപ്പോ ഇവിടെ ആരും കൊടുന്നരാനൊന്നും ഇല്ലല്ലോ. എന്താ ഇപ്പോൾ പറഞ്ഞത്? ബില് വലുതായി വരില്ലമ്മ. അവനെ പഠിപ്പിക്കാനും ചെലവിനുള്ള പൈസയും എല്ലാ കാര്യങ്ങളെ കുഞ്ഞുകാക്കനെ ഇനിയിപ്പോ നോക്കണ്ടേ. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥലമോ വീടോ ഒന്നുമില്ല. ഒക്കെ ഇനിയിപ്പോ ഉണ്ടാക്കി എടുക്കണ്ടേ. അതിപ്പോ കുഞ്ഞുകാക്ക പോവാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഗൾഫിൽ തന്നെ ഇപ്പൊ ശമ്പളം കുറവായിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിക്കണത്. ഇപ്പൊ ഇവിടെ ഇപ്പൊ വെറുതെ ഇരുന്നൊരു കാര്യമല്ല. നൂറന്റെ കല്യാണം ആയപ്പോ തന്നെ കുറെ ആള് ലീവ് എടുത്തതല്ലേ. അപ്പൊ ആ പഴയ പെയിന്റ് പണിക്ക് തന്നെ പോയിക്കോട്ടെന്ന് വെച്ച്. ഇമ്മ ഓളെ പഠിപ്പിക്കണേന് പറയല്ലട്ടാ, ഞാൻ സ്വാഭാവികമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഉള്ളൂ. ഇമ്മ ഞാൻ അത് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അത് ശരിയാണ് ഇന്റെ ആള് പറഞ്ഞത്. എല്ലാം കൂടി ഇന്റെ കുട്ടീന്റെ തലയിലായിപ്പോ. അല്ലേലും അപ്പോൾ ഞാൻ റീനുവിനോട് പറഞ്ഞതാണ് പഠിക്കാൻ പോണ്ടെന്നുള്ളത്. കുഞ്ഞിനെ കൊണ്ട് ഒറ്റക്ക് കഴിയൂലല്ലോ. അവിടെ തന്നെ ശമ്പളം കാര്യമില്ലാതെ വന്നതാന്നുള്ളതേ ഞാൻ ഓളോട് പറഞ്ഞതാണ്. പിന്നെ നൂറന്റെ ഓരോ വാശിക്കാണ് ഇപ്പൊ റീനുവിന്റെ ഒരു പഠിപ്പിക്കല്. അല്ല ഇപ്പൊ നൂറ പോയ പോലെ തന്നെ റീനുവിനും ജോലിക്ക് പോവുകയെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുഞ്ഞോനക്കൊരു ആശ്വാസമായിന്ന്. റീനുവിന്റെ പഠിപ്പിന്റെ കാര്യല്ലേ, അത് നമുക്ക് എന്താച്ച കാട്ട. അതിനിപ്പോ കുഞ്ഞോനൊന്നായിട്ട് എല്ലാതും ഏറ്റെടുക്കണ്ട. പിന്നെ ഈ പെരന്റെ വാടക ഇല്ലേ, അതും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യ. അല്ലാതെ ഇപ്പൊ ഇന്റെ കുട്ടിക്ക് ഒക്കെ പടം താങ്ങൂലല്ലോ. നമ്മളപ്പോ പോയതിന്റെ ശേഷം ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഉണ്ടെന്നുണ്ടെങ്കില് ഇന്നാലേ ആ പണിയൊക്കെ നോക്ക്. പഠിച്ചോനെ പറഞ്ഞത് കൂടി പോയോ? നന്നായി കൂടി പോയെന്നുണ്ടെങ്കിൽ എല്ലാം കുറെ ഒരുത്തൻ്റെ കൂടെ പോയിട്ട് ഇവിടെ പഠിക്കണില്ല എന്നറിയാണ്ട് അന്ന് പെണ്ണിന് പഠിപ്പും വേണം ജോലിയും വേണമെന്നില്ല. അപ്പം പെണ്ണിന്റെ മാനസികമൊക്കെ മാറിയതിന് ശേഷം പെണ്ണിന് പഠിപ്പിക്കണമല്ലോ. നൂറെ കണ്ട് ഏൽപ്പിച്ച് പോയാൽ മതി. ഒരു സുഖത്തിൽ ഇങ്ങനെ അവിടെ കാല് നീട്ടിയിരുന്നാൽ മതി. ഓൾക്കിപ്പോ എന്താണ്, ഓൾക്കിപ്പോ ഒന്നും അറിയണ്ടല്ലോ. വലിയതിപ്പോ കുഞ്ഞുകാക്കാന്റെ തലയിലാക്കിയോണ്ട് ഓള് നല്ല സുഖത്തിൽ നിൽക്കുക. ഇമ്മ ഈ ഇമ്മത് പൊടുക്കി പോയി. ഞാൻ അത് പെൺകുട്ടിയെ ഈ സിറ്റ് ഔട്ടിൽ ഇരിക്കണേ. എന്തിനാണ് ഇജ്ജ് ഇങ്ങനെ വിളിച്ച് കൂവണേ? നാലുകാരൊക്കെ ഓടി വരുമല്ലാണ്ട് ഈ കൂവലിന്. അവിടെ ഉണ്ടാ? നിങ്ങൾ ഇവിടെ വന്നിരിക്കണേ. നിങ്ങളത് ഇങ്ങനെ ഇരിക്കുന്ന മുഖം വല്ലാതിരിക്കണേ. ഒന്നുമില്ല. പിന്നെ റിനു, ഇമ്മാന്റെ കുട്ടിക്ക് പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണാ? അല്ല, കുറെ കാലിന്റെ കുട്ടി പഠിപ്പൊന്നും ഇല്ലാതെ നടന്നതല്ലേ. പിന്നെ നൂറുദാതാന്റെ ഓരോ നിർബന്ധത്തിനല്ലേ ഇജ്ജ് പഠിക്കാൻ പോയത്. മടിക്ക് നിർബന്ധം ഉണ്ടാ പഠിക്കണം എന്നുള്ളത്?
എൻ്റെ കുട്ടിയെ പഠിപ്പ് നിർത്തിക്കാളാ. എല്ലാ കാര്യങ്ങളെയും നമ്മളെ കുഞ്ഞുകാക്കെ നോക്കാൻ കഴിയൂലടി. എൻ്റെ പഠിപ്പിൻ്റെ ഫീസും ഈ പെരൻ്റെ വാടകയും സ്ഥലം എടുത്തിക്കണെന്നല്ലാതെ അതിമൊന്നും നമ്മൾ വെച്ചിട്ടേക്ക് ഒന്നുമില്ലല്ലോ. എൻ്റെ കുട്ടിയെ പഠിപ്പ് നിർത്തിക്കാളാ. പിന്നെ എപ്പോഴെങ്കിലൊക്കെ പൈസ ഉണ്ടാവുമ്പോഴേ എനിക്ക് പഠിക്കാം. ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്തുണ്ടല്ലോ. ഇപ്പം എൻ്റെ കുട്ടി നിർത്തിക്കാളാ. അതിനുള്ള വക നമുക്ക് ഇല്ലടി. നൂർത്താത്താൻ്റെ പോലെ ആവണമെന്നില്ലല്ലോ. എത്ര ആങ്ങളെയും പെങ്ങന്മാരും എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ഓനക്കും ഓൻ്റെതായ ഓരോ ചുറ്റുപാടുകളാണ് കുഞ്ഞുകാക്കെ. നമ്മളത് മനസ്സിലാക്കണ്ടേ. നൂർത്താത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് മാത്രം വേണ്ടി ജീവിച്ചെൻ്റെ കുട്ടിയാണ്. അവൾക്ക് വേറൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. തന്നെക്കും തന്നെ പഠിച്ചവനക്കും എനിക്ക് അവൾക്കൊരു നല്ലൊരു ജീവിതം കൊടുത്ത്. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവളോട് ഇപ്പോഴും ചോദിച്ചു വാങ്ങാൻ പറ്റൂലല്ലോ. ഇമ്മ നിങ്ങളോട് ഉമ്മൂട്ടി എന്തെങ്കിലും പറഞ്ഞപ്പോ? എന്ത് പറയണേ? എന്നോട് ഉമ്മൂട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. നീ ജില്ലാത്തത് ചോദിച്ചെടുക്കണ്ട. നമ്മളും തന്നെ എല്ലാ കാര്യങ്ങളെ കണ്ടറിയണത് നല്ലതല്ലേ. എൻ്റെ കുട്ടി പറ്റിയാന്നുണ്ടെങ്കിൽ ഒരു പണി എവിടെയെങ്കിലും ശരിയാക്കാൻ നോക്ക്. എൻ്റെ കമ്പനിക്കാരോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോടൊന്ന് ശരിയാക്കി തരാൻ പറയും. ഇനി എൻ്റെ കുട്ടി ഇത് നൂർദാത്താനോടൊന്നും വിളിച്ചറിയണ്ടട്ടാ. പിന്നെ വല്ല ടെക്സ്റ്റൈൽസിൽ നോക്കിയാൽ മതി. നൂർദാത്ത പോയ മാതിരിയായി എൻ്റെ കുട്ടി ഇനി വീട്ടു ജോലിക്ക് പോവാൻ നിൽക്കണ്ട. നൂർദാത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചങ്ങണ്ട് ഇറങ്ങും. പക്ഷെ എൻ്റെ കുട്ടിക്ക് അതിനൊന്നും പറ്റൂല. പിന്നെ അതല്ലേനും എൻ്റെ കുട്ടീൻ്റെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ പെരക്കാർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം ഈ വീട്ടു ജോലിക്കൊക്കെ എടുക്കാൻ അവർക്കൊക്കെ ഒരു മടി ഉണ്ടാവും. എൻ്റെ കുട്ടി വല്ല ടെക്സ്റ്റൈൽസിലും നോക്കട്ട. വല്ല കടകളിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് നോക്കിയാണ്ട് നോക്ക്. അല്ലെങ്കിലും ഇക്ക് വലിയ താല്പര്യം ഇല്ലമ്മ ഇതിന് പോവാൻ, പഠിക്കാൻ പോവാൻ. ഞാൻ നാളെ മുടിനോട് പറഞ്ഞ് ഞാനിത് നിർത്തുകയാണ്, പഠിപ്പ് നിർത്തുകയാണ് എന്നുള്ളത്. അപ്പം ഇമ്മാക്കും വലിയ ആഗ്രഹമായിരുന്നു നൂറനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോഴേ. പക്ഷെ ആഗ്രഹിച്ചിട്ടിപ്പോൾ എന്താ കാര്യം? നമ്മളിപ്പോൾ പോയില്ലേ. ഇനിയിപ്പോൾ ആരോടും ഒന്നും പറയാനും പറ്റൂല. ആ മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ കുറേയൊക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. വല്ല കിണർ പണിക്കും പോയിട്ടേ ഇമ്മേ അടിച്ചു വരട്ട് പോയിട്ട് അപ്പുറത്ത് ആകെ കച്ചറുണ്ട്. മൂത്തമ്മ കുറെ അടിച്ചൊരി കൂട്ടിയേക്കണ്. ബാക്കി ഞാനൊന്ന് അടിച്ചൊരിയാണ്ട് കത്തിക്കട്ടെ. മൂത്തമ്മക്ക് എന്താ കാല് വേദനിച്ചിട്ട് കെടുക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം പോണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇമ്മ എന്താ ഇപ്പം ഇങ്ങനൊക്കെ പറഞ്ഞു പോയത്? എന്താ മൂട്ടി പറഞ്ഞിട്ടുണ്ട്? എല്ലാതും ഉമ്മ അങ്ങനെ പറയില്ലല്ലോ. ഇമ്മ ഞാൻ നൂറനോടെ വിളിച്ച് പറയോ ഞാൻ പറഞ്ഞത്? പറഞ്ഞെങ്കിൽ നന്നായി. അറിഞ്ഞിരിക്കണത് നല്ലതാണല്ലോ. ഇമ്മുട്ടിയാ ഇജെന്താ ഉമ്മാനോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞിരുന്ന എന്നോട്, അല്ലെ കുഞ്ഞോനോട് ഞാൻ പറഞ്ഞിരുന്ന ഇന്നെ പഠിപ്പിക്കണം എന്നുള്ളത്? ഞാൻ എന്ത് പറഞ്ഞ്? ഞാൻ ഇതിനൊന്നും പറഞ്ഞിട്ടില്ല. റിനുവാ കുഞ്ഞോകാക പണിക്ക് പോണിയെന്ന് ചോദിച്ചപ്പോൾ ഉമ്മാനോട് ഞാൻ പറഞ്ഞു കുഞ്ഞോകാക പണിക്ക് പോകാതിരിക്കാൻ പറ്റൂലല്ലോ. ഇപ്പൊ എല്ലാ കാര്യങ്ങളും കുഞ്ഞോകാക്കനെ നോക്കണ്ടേ. എല്ലേതിപ്പോ കുഞ്ഞോകാക്കന്റെ തലയിലായില്ലേ. അങ്ങനത്തെ സ്വാഭാവികമായിട്ടുള്ളൊരു വർത്താനം പറഞ്ഞ്. എല്ലാതും ഉമ്മാനോടിപ്പോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞോകാക്കനെ സഹായിക്കാനേ ആരില്ലല്ലോ. കുഞ്ഞോകാക്കനെ നയിക്കണ്ടേ. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ. ഇപ്പൊ നൂറനെ തന്നെ കണ്ടില്ലേ ജി? ഷാഹിദ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് 5 ലക്ഷം ഉറുപ്പ്യ കൊടുത്തത്. അപ്പൊ നൂറനെ അങ്ങനെ ഒരാൾ സഹായിക്കാണ്ടായിട്ടല്ലേ. പക്ഷെ നൂറനെ സഹായിക്കണമായിരിക്കും ഇങ്ങളൊക്കെ സഹായിക്കണമായിരിക്കേ. ഞങ്ങളെ സഹായിക്കാൻ ആരില്ലല്ലോ.
ഞങ്ങൾ ഇനി ഒന്നേ വന്ന് തുടങ്ങണ്ടേ, സ്ഥലമില്ല, ഒക്കെ ഓരോന്ന് വാങ്ങണം. ഇതിപ്പോ തൊള്ളോണ്ട് ഇങ്ങനെ നൂറ് പറഞ്ഞതല്ലേ, ഇമ്മാന്റെ കാലശേഷം ബിലുവിനുള്ളതാണ് ആ സ്ഥലം, ഞങ്ങൾക്ക് ആർക്കും വേണ്ടാന്നുള്ളത്. അതുകൊണ്ടായില്ലല്ലോ. അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് പറഞ്ഞ പിന്നെ എന്റെ പഠിപ്പിന്റെ കാര്യം എല്ലാം കൂടി അപ്പൊ ഞാൻ തെറ്റായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നണില്ല. ഓ, അപ്പൊ അതാണ് എന്റെ പ്രശ്നം അല്ലേ? ഇനിയിപ്പോ എന്റെ കാര്യം തന്നെ വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ, ഷാഹിദിനോട് പഠിപ്പിന്റെ കൂട്ടം പറയാന്നുണ്ടെങ്കിൽ അത് എന്റെ അളിയൻ തന്നെ നോക്കും. അവനക്ക് അതിനുള്ള മനസ്സൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളൊന്നും സഹായിക്കണമായിരിക്കേ കുഞ്ഞോകാക്കാനെയും ഇന്നൊന്നും ആരും സഹായിക്കാനില്ല. ഞങ്ങൾക്ക് കുഞ്ഞോകാക്കാനെ നയിച്ച് തിന്നണ്ടേ. ഞാനിന്റെ ബിലും ജയിച്ചു പോണെന്നുണ്ടെങ്കിലേ കുഞ്ഞോകാക്കൊരു പണിയും കാര്യങ്ങളും വേണം. ഇങ്ങളതൊക്കെ പിന്നെ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകും. നൂറന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ ഷാഹിദിനെ കൊണ്ട് ഇങ്ങളെ രണ്ടാളെ എല്ലാ കാര്യങ്ങളും ഓള് ചെയ്യിപ്പിക്കാതിരിക്കൂല. ഈ 5 ലക്ഷം തന്നെ സ്ഥലത്തിന് ഓൻ കൊടുത്തിക്കുന്നത് എങ്ങനെയാണ് ആരും അറിയാതല്ലേ. അപ്പോ ഓരോരുത്തർ പണമുണ്ട്, പണമുള്ളവർ അതിനനുസരിച്ച് ചെയ്യും. പണം ഇല്ലാത്തവരൊന്നും കഷ്ടപ്പെട്ടുകാണ്ടും അങ്ങനെ ഇങ്ങനെ നിക്കണം. ഞാൻ വിചാരിച്ചു ഗൾഫ് പോയപ്പോ കുഞ്ഞോകാക്ക കുറച്ച് രക്ഷപ്പെടും എന്നുള്ളത്. എവിടെ ഒക്കെ കണക്ക് തന്നെയാണ്. ഈ 10-20,000 ഉറുപ്പ്യൊക്കെ അവിടെ ശമ്പളം കിട്ടി ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? ഇനി ബിലുവിന് ഇവിടെ ഒറ്റക്കാക്കിങ്ങാണ്ട് അതാണ് ഇപ്പൊ അങ്ങനത്തെ. ഇനിയിപ്പോ ഇവിടെ പെയിന്റ് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ദിവസം ഒരു 1000 ഉറുപ്പ്യ കിട്ടും. അതുകൊണ്ട് ഇപ്പൊ എന്തൊക്കെ ചെയ്യണം? ഗൾഫ് നിന്നാലൊരു മെച്ചമില്ല, നാട്ടിൽ വന്നാലൊരു മെച്ചമില്ല. എത്ര കാലാണ് അവൻ ഇങ്ങനെ ജീവിച്ചു പോക്ക്. ദയവ് ചെയ്തിട്ടേ അയ്യോ ഇന്റെ ആങ്ങളാന്ന് പറഞ്ഞ എന്റെ കെട്ടിയോണ്ടല്ലോ ഇന്നെ പഠിപ്പിക്കണ്ട. ഇന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ട്. പിന്നെ ആര് നോക്കറിനോ അന്നൊക്കെ? എന്റെ നൂറുതാത്ത വന്നിട്ടേ ഇഞ്ഞും പാത്രം മോറാൻ വേണ്ടി പോവോ? അതോ എന്റെ നൂറ് ഇഞ്ഞും അളിയാനോട് പറയോ? എന്റെ നൂറിന്റെ സ്വഭാവം വെച്ച് നോക്കാന്നുണ്ടെങ്കിലേ ഇക്ക് തോന്നൂല പറയുന്നുള്ളത്. കാരണം അഭിമാനത്തിനെ കോട്ടം തട്ടിനൊന്നേ എന്റെ നൂറ് ചെയ്യൂല. പിന്നെ ആരങ്ങളെ നോക്കല്? വെല്ലു വിളിക്കണേനൊക്കെ ഒരു പരിധി വേണടി. അല്ലെങ്കിലും എനിക്ക് പണ്ട നൂറുതാത്തേ പാത്രം മോറി ജീവിക്കണാണല്ലോ താല്പര്യം. എനിക്ക് എന്താ മുട്ടിയെ, എന്താ എന്റെ സ്വഭാവം ഇങ്ങനെ? എടി ഇത്രയും കാലമായിട്ട് ഞാനോ നൂറോ ഇമ്മാനും വേർതിരിച്ച് കണ്ടിട്ടുണ്ടാ? ഇല്ലല്ലോ. എല്ലാരും ഓരോ മനസ്സോടുക്കനല്ല എന്നെ കണ്ടിട്ടുള്ളൂ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളത് കണ്ണടച്ച് വിടല്ലേ ചെയ്തത്. എനിക്കറിയണല്ലേ നമ്മളെ സുക്കടും കാര്യങ്ങളൊക്കെ. അറിഞ്ഞും കൂടെ ആ പാവത്തിനെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എന്താ സംസാരിച്ചത്? ഇമ്മനോടൊന്നും പറഞ്ഞിട്ടില്ല. ഇമ്മ പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമാണ്, എന്നോട് ജോലിക്ക് പോവാന്. അള്ളാനെ കരുതിയിട്ടേ അയ്യോ എന്റെ മാപ്പിള എന്നെ നോക്കണ്ട, ഇമ്മാനെ നോക്കണ്ട, ആരും നോക്കണ്ട, ഞാൻ പോയിക്കോളാം ഇമ്മാനെയും കൊണ്ട് ഇവിടുന്ന്. ഞങ്ങളല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ബാധ്യത. എന്നാലും മുട്ടിയ അതിനെ പറ്റി ഞാൻ ഇങ്ങനെ കരുതിയില്ലടി. ഞാൻ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചില്ല. 2 ദിവസം ടൈം തന്നാ മതി. അതിന് മാപ്പിളിനോട് പറഞ്ഞ ഇമ്മ ഞാനോ അവനക്കൊരു ബാധ്യത ആവൂല എന്നുള്ളത്. ഞാൻ നോക്കിക്കൊണ്ടിന്റെ മനം പൊന്നുപോലെ ഞങ്ങൾ ഇവിടുന്ന് മാറിക്കൊണ്ട്. ഇനി ഞങ്ങളുണ്ടായിട്ട് നിങ്ങൾക്ക് ഈ വീടിന്റെ വാടക കൊടുത്തിട്ടും ഇതൊക്കെ ചെയ്തിട്ടും ചെലവ് നടത്തിയിട്ടും ബുദ്ധിമുട്ടാവണ്ട. ഞാൻ കൊണ്ടേക്കോളാം എന്റെ മന ഇവിടുന്ന് എടുക്കെങ്കിലും. എടി ഞാൻ അടച്ചോനെ കാര്യത്തിലെടുത്തോള്. ഓ എന്റെ നാവിനാണെങ്കിൽ തീരെ ലൈസൻസ് ഇല്ല. ഈ പെരേന്നൊക്കെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ഏത് നേരത്താണ് അവൾക്ക് ഉമ്മാനോട് റീനോട് അങ്ങനെ പറയാൻ തോന്നിയത്? വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. ഞാനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തൊള്ളേന്ന് എന്തൊക്കെയാ പോണെന്ന് അറിയില്ല. ഇപ്പൊ എന്താ ചെയ്യാ? ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല റബ്ബേ. റീനോട് പറയാനും പറ്റൂല, വാശി കുറച്ച് കൂടുതലാണ്. വാള് കാണുന്നുണ്ടെങ്കിൽ ഇമ്മാനായിട്ട് ഇറങ്ങിപ്പോവും. നമ്മളീ മണ്ടായി തുടങ്ങി. ഹലോ ഉമ്മ. ഒന്നുമില്ലമ്മ, ഞാനേ ഇക്കൊരു
പൊട്ടത്തരം പറ്റിമ്മ. അതുമ്മ ഞാന് ഇമ്മ അങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞങ്കാക്കാന്റെ ചെലവിന്റെയും കൂട്ടത്തിന്റെയും ഒക്കെ ഓരോ കാര്യം പറഞ്ഞ് കുഞ്ഞങ്കാക്ക ഇനി എല്ലാരും നോക്കണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അതുമ്മ ഞാൻ അപ്പത്തെ ഒരു ഇതിൽ പറഞ്ഞതാണ്, ശരിയാണ്. പക്ഷെ ഇമ്മാക്ക് അത് വലിയ വിഷയം ഉണ്ടായിരുന്നില്ല. ഇമ്മ അത് അപ്പൊ തന്നെ അങ്ങോട്ട് പോയി ഒന്നും പറയാതെ. പക്ഷെ റിനു വന്നിട്ട് എന്നോട് വെച്ച് ഇജ്ജ് ഉമ്മാനോട് എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മാനോട് ഞാൻ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ ഓട് പറയാണ് എൻ്റെ ആങ്ങളാന്ന് പറഞ്ഞ എൻ്റെ മാപ്പിളിനോട് പറഞ്ഞാളാ എൻ്റെ പഠിപ്പിൻ്റെയും കാര്യമൊന്നും നോക്കണ്ട, ഉമ്മാൻ്റെ കാര്യങ്ങളും നോക്കണ്ട, ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാന്നൊക്കെ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും ഇല്ലമ്മ. ഇമ്മ ഞാൻ അങ്ങനെ അവർ ഇവിടുന്ന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. ഇമ്മക്ക് തോന്നുന്നുണ്ടാ ഇമ്മി റിനും ആരില്ലാത്ത ഈ പെരയിൽ കുഞ്ഞോങ്കാക്ക നിൽക്കുന്നുള്ളത്? ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും കുഞ്ഞോങ്കാക്കാന്റെ ചോര വലുതന്നെയല്ലേ. കാര്യം എന്ത് പറഞ്ഞാലും ഞാനിങ്ങനെ ഈ തൊള്ളപടായിക്ക് ഓരോന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കുഞ്ഞോങ്കാക്ക അറിയൊന്നുമില്ല. എനിക്കറിയില്ല ഞാൻ ഇനിയിപ്പോൾ എന്താ പറയണം. ഞാൻ നൂറനോടൊക്കെ പറയട്ടെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന്. അവളാവുമ്പോളേ കാര്യങ്ങൾ ചിന്തിച്ച് കൈകാര്യം ചെയ്തോളും. ഇപ്പൊ കുഞ്ഞോങ്കാക്ക അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞോങ്കാക്ക എന്നോട് ദേഷ്യപ്പെടും. ഇമ്മ നിങ്ങളെന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടല്. ഇമ്മ നിങ്ങൾക്ക് അറിയണല്ലേ എൻ്റെ സ്വഭാവം. എടുത്തുചാട്ടത്തിന് ഓരോന്ന് പറയണതാണ്. നിങ്ങളൊന്നും കാണാൻ തുടത്തിയാണ്. അത് വെച്ചുകാണ്ട് ഇവരെ വേറെ ആണ്ടോ വേർതിരിച്ച് കളയോ ഞാൻ. ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നല്ലാതെ. റിനു എന്നുണ്ടെങ്കിൽ പറഞ്ഞാണ്ട് ഉമ്മാന്റെ അടുത്തേക്ക് പോയിന്ന്. ഇമ്മ ബാക്കിലാണേനു. ഇമ്മ ഇത് കാര്യം വഷളാവുകയെന്നുണ്ടെങ്കിൽ ഇങ്ങളിങ്ങോട്ട് വരണട്ടാ. കുഞ്ഞോങ്കാക്കാന്റെ കാര്യത്തിലൊക്കെ പേടിയാണ്. എന്നോട് ആരാടി അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞെന്ന് വെച്ചങ്ങാണ്ട് ചിലപ്പോ ഇന്ന് ചീത്ത അറിഞ്ഞൂടായില്ല. അമ്മ ഞാൻ വിളിച്ചോണ്ട് നൂറക്ക്. എന്നാ ശരി. നീല